നമസ്കാരം, ഞാൻ ബൈജു, കോഴിക്കോട് ജില്ലാ ജയിൽ സൂപ്രണ്ട്. ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഭാഗമാകുന്നത്. ഇന്ന് കേരളത്തെ ജയിലുകൾ വികസനത്തിൽ വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് ജയിൽ വകുപ്പ് വളരെയേറെ വികസനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയിലുകളിൽ അന്തേവാസികൾക്കായി വിവിധയിനം പരിപാടികൾ ഇപ്പോൾ നടത്തി വരുന്നു. അതിൻ്റെ ലഹരി മുക്ത കേരളം, അതുപോലെ തന്നെ അന്തേവാസികൾക്കായി തൊഴിൽ പരിശീലനം തുടങ്ങിയ പരിപാടികൾ ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. അപ്പം ജയിലെത്തിപ്പെടുന്ന അന്തേവാസികളെ സമൂഹത്തിൽ നല്ല പൗരന്മാരായി തിരിച്ചു നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പരിപാടികൾ ജയിലുകളിൽ ഇപ്പോൾ നടത്തി വരുന്നത്. മാത്രമല്ല, കോഴിക്കോട് ജയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ പഴക്കം ചെന്ന ജയിലുകളിൽ ഒന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിതമായ ഈ ജയിൽ 1862 നിർമ്മിക്കപ്പെട്ടത്. സമൂഹത്തിൽ നല്ല രീതിയിൽ അന്തേവാസികളായി വരുന്നവരെ തിരിച്ചു നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഇത്തരം പരിപാടികൾ ജയിലുകളിൽ വളരെ ഭംഗിയായി നടത്തപ്പെടുന്നു. അതിൽ എല്ലാ ജീവനക്കാരുടെയും സഹായ സഹകരണങ്ങൾ നിലവിൽ ഉള്ളതുമാണ്. അതിനാൽ ഈ ഒരു കേരള സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജില്ലാ ജയിൽ കോഴിക്കോട്. ചരിത്രം. കേരളത്തിലെ നിലവിലുള്ള ജയിലുകളിൽ ഏറ്റവും പഴക്കമുള്ള ജയിൽ. കോഴിക്കോട് ജില്ലാ ജയിൽ സ്ഥാപിക്കപ്പെട്ടത് 1861 1862 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ നിർമ്മിതിയുടെ ഓർമ്മപ്പെടുത്തലായി ഓഫീസ് കെട്ടിടത്തിന്റെ ഒരു ഭാഗവും സെൽ ബ്ലോക്കും ഇന്നും പരിപാലിച്ചു പോരുന്നു. സാമൂതിരിയുടെ കാലത്ത് ചില കോവിലകങ്ങൾ നിലനിന്നിരുന്ന കാരിക്കുന്നിലാണ് ഇന്നത്തെ ജയിൽ നിലനിൽക്കുന്നത്. സാമൂതിരി നിർണായകമായ പല തീരുമാനങ്ങളും കൈക്കൊണ്ടത് ഈ സ്ഥലത്തു വെച്ചാണെന്നും അനൌദ്യോഗിക രേഖപ്പെടുത്തലുകളുണ്ട്. എന്നാൽ ഈ പ്രദേശത്തോട് ചേർന്ന് ചന്തക്കുന്ന് എന്ന സ്ഥലമുണ്ടായിരുന്നു എന്നും. ഇന്നത്തെ ചേവായൂർ രജിസ്ട്രേഷൻ ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്ത് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദത്തിൽ ഒരു പോലീസ് സ്റ്റേഷനും തടവുകാരെ പാർപ്പിച്ചിരുന്ന ജയിലും ഉണ്ടായിരുന്നു എന്നും രേഖകളിലുണ്ട്. 1855 ജയിൽ ചാടിയ പ്രതികൾ ചേർന്നാണ് അന്നത്തെ കളക്ടറായിരുന്ന സർ വലന്റൈൻ കനോലിയെ വെസ്റ്റ് ഹില്ലിലുള്ള കളക്ടർ ബംഗ്ലാവിൽ ചെന്ന് വധിച്ചതെന്ന് ചരിത്രം പറയുമ്പോൾ കോഴിക്കോടിന്റെ ജയിൽ ചരിത്രത്തിന് പഴക്കമേറുന്നു. കാരിക്കുന്നിൽ ബ്രിട്ടീഷുകാർ പണിത സ്പെഷ്യൽ സബ് ജയിൽ 1966 ജില്ലാ ജയിലായി ഉയർത്തിയത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നിരവധി സിവിലിയന്മാരെയും അടിയന്തരാവസ്ഥക്കാലത്തും കർഷക തൊഴിലാളി പ്രക്ഷോഭകാലത്തും സമരത്തിൽ പങ്കെടുത്ത ഒട്ടനവധി പേരെ കോഴിക്കോട് ജില്ലാ ജയിലിൽ പാർപ്പിച്ചിട്ടുണ്ട്. ജയിലുകൾ തടവറകളിൽ നിന്നും തിരുത്തൽ കേന്ദ്രങ്ങളാക്കുക എന്ന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി നിരവധി പുനരധിവാസ പ്രവർത്തനങ്ങൾ സാമൂഹ്യനീതി വകുപ്പ് ഉൾപ്പെടെയുള്ള ഇതര വകുപ്പുകളുടെ സഹകരണത്തോടെ പ്രാവർത്തികമാക്കി. 13,000-ഓളം പുസ്തകങ്ങളുള്ള മികച്ച ഒരു ലൈബ്രറി സംവിധാനം കോഴിക്കോട് ജില്ലാ ജയിലിന്റേതായി ഉണ്ട്. വനിതകളടക്കം 270 അന്തേവാസികളെ പാർപ്പിക്കാൻ സൗകര്യമുള്ള ഈ ജയിലിൽ പല ഘട്ടങ്ങളിലും 500-600 അന്തേവാസികളെ പാർപ്പിക്കേണ്ട അവസരമുണ്ടായി. സെൽ ബ്ലോക്ക്. തികഞ്ഞ ബ്രിട്ടീഷ് നിർമ്മിതിയായ ഇത് 1.5 ശതകത്തിന്റെ പ്രൗഢിയും പേറി നിൽക്കുന്നു. പുതുതായി അഡ്മിഷൻ വരുന്നവരെയും രോഗബാധിതരായവരെയും ഈ ബ്ലോക്കിലാണ് പാർപ്പിച്ചു വരുന്നത്. സുരക്ഷയെ മുൻനിർത്തി ഈ ബ്ലോക്കിന്റെ ചില ഭാഗങ്ങളിൽ അന്തേവാസികളെ പാർപ്പിക്കുന്നില്ല. അനവധി സിനിമകളിൽ വേഷമിട്ടതിന്റെ പൊലിമയും ഈ ബ്ലോക്കിനുണ്ട്. ന്യൂ ബ്ലോക്ക്. സെൽ ബ്ലോക്കിനെ അപേക്ഷിച്ച് പ്രായം കുറഞ്ഞതുകൊണ്ട് മാത്രം ന്യൂ ബ്ലോക്കായി നിലകൊള്ളുന്ന ഈ ഇരുനില കെട്ടിടം 80കളിലാണ് നിർമ്മിക്കപ്പെട്ടത്. താഴെയും മുകളിലുമായി 18 വലിയ സെല്ലുകളാണ് ഇതിലുള്ളത്. ബ്രിട്ടീഷ് നിർമ്മിതിയായ ഓഫീസ് കെട്ടിടത്തിലാണ് ആയുധപ്പുരയും പ്രധാന ഗേറ്റും വാറന്റ്, അക്കൗണ്ട്സ് എന്നീ ഓഫീസ് ഭാഗങ്ങളും ഇന്നും പ്രവർത്തിച്ചു വരുന്നത്. വെള്ളക്കാരായ സൂപ്രണ്ടുമാർ ഉപയോഗിച്ച ഓഫീസിന്റെ മേൽക്കൂരയിൽ കൈകൊണ്ട് ചലിപ്പിക്കുന്ന വിശറി ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു. ആയുധപ്പുര. 4 ടൺ മസ്കറ്റ് വിഭാഗത്തിൽപ്പെടുന്ന തോക്കുകളും തിരകളും റിവോൾവറും സെറിമോണിയൽ സ്വേർഡ്സും ഈ ജയിലിലെ പുരാവസ്തുക്കളാണ്. സെൻട്രൽ ജയിലുകളുടെ അടയാള ചിഹ്നമായ സെൻട്രൽ ടവർ 2004 കോഴിക്കോട് ജില്ലാ ജയിലിൽ സ്ഥാപിക്കപ്പെട്ടു. 2016 ജൂൺ മുതലുള്ള വികസന പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം. കോഴിക്കോട് ജില്ലാ ജയിലിൽ തടവുകാരുടെ ക്ഷേമം വാർഷിക പദ്ധതി 2018-19 ഉൾപ്പെടുത്തി 4,65,000 രൂപ ചെലവഴിച്ച് CCTV നവീകരണം പൂർത്തീകരിച്ചു.
29/4/2021 PWD തനത് ഫണ്ട് ഉപയോഗിച്ച് 4,29,332 രൂപ 40 പൈസ ചെലവഴിച്ച് അന്തേവാസികളുടെ കൂടിക്കാഴ്ച മുറി പുതുക്കിപ്പണിതു. ജയിൽ നവീകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,20,000 രൂപ ചെലവഴിച്ച് വീഡിയോ കോൺഫറൻസിംഗ്, ഇലക്ട്രിക്കൽ മെയിന്റനൻസിംഗ് 11,320 രൂപ ചെലവഴിച്ച് ബഹുമാനപ്പെട്ട DIG ക്വാർട്ടേഴ്സിന് മുൻവശത്ത് ഗേറ്റ് സ്ഥാപിക്കൽ എന്നീ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. PWD തനത് ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷം രൂപ ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട DIG ക്വാർട്ടേഴ്സിന്റെ മുറ്റം ഇന്റർലോക്ക്, സമീപത്ത് സുരക്ഷാ മതിൽ സ്ഥാപിക്കുന്ന പ്രവൃത്തി 7,10,000 രൂപ ചെലവഴിച്ച് ക്വാർട്ടേഴ്സിന് മുകളിൽ ട്രസ് വർക്ക് എന്നിവ പൂർത്തീകരിച്ചു. ബഹുമാനപ്പെട്ട MP ശ്രീ എളമരം കരീം അവർകളുടെ 2022-2023 വർഷത്തെ പ്രാദേശിക ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 4,46,000 രൂപ ചെലവിൽ ജയിലിനകത്ത് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. തടവുകാരുടെ ക്ഷേമം വാർഷിക പദ്ധതി 2021-2022 വർഷത്തിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ച് ജയിൽ കിച്ചൺ നവീകരണം പൂർത്തീകരിച്ചു. പൂർത്തീകരണത്തോട് അടുക്കുന്ന പ്രവൃത്തികൾ: ജയിൽ നവീകരണം വാർഷിക പദ്ധതി 2023-2024 വർഷത്തിൽ ഉൾപ്പെടുത്തി 1,05,36,000 രൂപ ചെലവഴിച്ച് വനിതാ ബ്ലോക്കിന്റെ ചുറ്റുമതിൽ പുനർനിർമ്മാണം നടന്നുവരുന്നു. കൂടാതെ 15,90,000 രൂപ ചിലവിൽ ന്യൂ ബ്ലോക്ക് റീവയറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചു വരുന്നു.